കഴിഞ്ഞ ദിവസം ഒപ്പിയിൽ ഒരു പെൺകുട്ടി വന്നിട്ടായിരുന്നു, ഒരു 18-20 വയസ്സ്. അപ്പോൾ ഇവിടെ അനിയത്തിനെ കൊണ്ടാ വന്നേക്കണം. ഇപ്പോൾ ബസ് സ്റ്റാൻഡറാണ്. ഇവിടെ സംസാരിക്കുമ്പോൾ ഫുള്ള് കലിപ്പ് മൂടും. അപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായി. ഞാനാണെങ്കിൽ ഇവിടെ ചൊറിയാനൊന്നും നിന്നിട്ടില്ല. എന്നിട്ട് ഭയങ്കര ഇതിൽ നിൽക്കുക. എന്നിട്ട് ഇവിടെ പോകണ വഴിക്ക് എൻ്റെ ഹൗസറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി ആ ഡോക്ടറോട് പേഷ്യൻ്റ് എടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൗസറിൻ്റെ കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ഭയങ്കര എന്തായാലും ഭയങ്കര പിടിച്ചു. കാരണം 8 കൊല്ലം ഞാൻ പ്രാക്ടീസ് பண்ணிയിട്ട് ഇത് ഇതുവരെ ആരും എൻ്റെ അടുത്ത് അങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കുണ്ട്. എല്ലാ ആൾക്കാരും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന, സംസാരിച്ച് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതുണ്ടായി. അങ്ങനെ എൻ്റെ ഫുള്ള് മൂഡ് പോയി. ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി. ഞാൻ അന്ന് ദിവസം മുഴുവൻ അങ്ങനെ അലച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വൈകുന്നേരം ആയപ്പം എൻ്റെ ഒരു മീസ് കൂടെ ഉണ്ട്. ഞാൻ അവളോട് ചായ കുടിക്കാൻ പോയി. അവൾ മറ്റേ ടീമാണ്, ജെൻസി. അപ്പം അവരൊരു വേവിലും തന്നെ ഞാൻ അവളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതൊക്കെയാണ് സംഭവം, അപ്പം എന്തുണ്ടെന്ന് അറിയില്ല, അപ്പം എന്താണെന്ന് ചോദിച്ചെന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അവളെ നീ എന്ന് അതിസംബോധന ചെയ്തിട്ടുണ്ടാവും, അപ്പം അത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല, അതിൻ്റെ ആയിരിക്കും അത് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ നമ്മളൊരു 15 വയസ്സിന് താഴെ കുട്ടി, നീ വിളിച്ചാൽ എന്താ കുഴപ്പം, മറ്റേ മലയാള ഭാഷയിലുള്ള സംഭവമൊക്കെ അല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴാണ് ഇവളെൻ്റെ എനിക്കൊരു എൻലൈറ്റ്മെൻറ്റ് തന്നു. ഇവളെൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ഇപ്പം ഒപ്പിയിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ട്, ഇത്തിരി വയസ്സായ പേഷ്യൻ്റ് അല്ലെങ്കിൽ അല്ലാത്തൊരു പേഷ്യൻ്റ് വന്നിട്ട് മാമനെ കയറിപ്പോൾ നീ തന്ന മരുന്ന് ഭരിച്ചു, അസുഖം മാറിയെന്ന് പറഞ്ഞാൽ എന്ത് തോന്നുന്നു എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതേ, ഞാൻ ആലോചിച്ചു. അപ്പം ഒന്നിങ്ങനെ വിളിച്ചാൽ എനിക്ക് പിടിക്കില്ല. അപ്പോൾ ഞാനത് ഒരു റിയലൈസേഷൻ വരുന്നത്, ഇപ്പം ഞാൻ വളർന്നുന്ന സ്ഥലം നോക്കുന്നത് അവിടുത്തെ ഭാഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മറ്റേ ചേച്ചീനെ കയറി ഇടി ചേച്ചി എന്ന് വിളിക്കുന്ന ടീമുകൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മറ്റേ ഏജൻസി ആൾക്കാർ മറ്റേ തും ആപ്പ് അങ്ങനത്തെ ആ ഒരു വ്യാകരണം നമുക്കൊരു പിടിപാടുള്ളൂ. അപ്പം അതല്ലാതെ ഏജ് ഡിഫറൻസിൽ അതെല്ലാവരെയും ബഹുമാനിക്കണം എന്ന് എനിക്ക് ഇവിടെ പറഞ്ഞപ്പോഴാണ് ഭയങ്കരമായിട്ട് അത് നമ്മൾ കൊണ്ടത്. അപ്പം എൻ്റെ ചേച്ചിയുടെ മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പം അതുപോലെ തന്നെ ആൾ ഞാൻ ആദ്യം ഡി എന്നൊക്കെ വിളിച്ചിരുന്നു, അപ്പോൾ കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്, ഡി എന്ന് വിളിക്കാൻ പാടില്ല, ഭയങ്കര പ്രശ്നമുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോയിട്ടായിരിക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ വേണ്ട അനിയത്തി 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അത് കുഴപ്പമില്ല. അപ്പോൾ സ്കൂളിൽ പഠനം മാത്രമല്ല, അവിടെ പോയിട്ടുള്ള ഇൻട്രാക്ഷൻസും ഇതിനെ വളരെയധികം സ്വാധീനിക്കുന്നു എനിക്ക് തോന്നി. എത്ര സോഷ്യലൈസ് ചെയ്യുന്നതുള്ളതും കൂടി ഇത് ഈ ഭാഷയെ ബാധിക്കുന്നതാണ്. സാഹിത്യത്തിൻ്റെ ഭാഷയാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാത്തിനും ഒരേ ഒരു റെസ്പെക്റ്റിലാണ് പോവുക. നമുക്ക് ഈ പല പല വാക്കുകൾ പല ഡിഗ്രിയിലുള്ള ബഹുമാനം സൂചിപ്പിക്കുന്നവരുണ്ട്. ഇത് ഭയങ്കര ടാസ്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരും അങ്ങോട്ട് ബഹുമാനിക്കാമെന്ന് വെച്ചിട്ട് ഞാനപ്പോൾ ഇനി എല്ലാവരെയും ഇടവെന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അടുത്തൊരു ദിവസം ഇതുപോലെ ഇവിടെ വേറൊരു കസം കിട്ടി. അപ്പോൾ അവളെ ഞാൻ അങ്ങനെ മനഃപൂർവ്വമായിട്ട് തന്നെ ഡോ എന്ന് വിളിച്ചു. അപ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ അങ്ങനെ അവളൊരു കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ അടുത്ത് എനിക്ക് കാര്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരം മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇച്ചിരി കൂടിയ മറ്റേ 2K കിഡിൽ പെട്ട ടീമാണ്, ജെൻസിനൊക്കെ വലുത്. അപ്പം നമ്മളതിൻ്റെ അടുത്ത് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ തന്നു. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ കയറി നീ എന്ന് വിളിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, എടീന്ന് വിളിക്കാൻ അവർ സമ്മതിക്കുക, ഭയങ്കര ദേഷ്യം വരും. അത് സമയം ഭയങ്കര പരിചയമുള്ളവർ, ഭയങ്കര അടുത്ത ആൾക്കാർ കയറി ഡോ എന്ന് വിളിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനായി, എന്ത്. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡാന്ന് വിളിക്കാന്ന് വെച്ചു. ഇപ്പോഴാണ് അതിനൊക്കെ വലിയൊരു വിരോധാഭാസം അവിടെ ഉള്ളത്. അത് ആൺകുട്ടികളെ നമ്മൾ ബഹുമാനം കുറവിൽ ഡാ എന്ന് വിളിക്കുന്നത്, പെൺകുട്ടികൾ വിളിച്ചാൽ അത് ബഹുമാനമുള്ളതാണ്. അങ്ങനെ എല്ലാവരും ഡാന്ന് വിളിക്കാന്ന്, നമ്മുടെ കൂടെയുള്ള കുട്ടികളെല്ലാവരും ഡാന്ന് വിളിക്കുക. അപ്പോൾ അവർക്കൊന്നും വലിയ കുഴപ്പമില്ല, ആർക്കും വലിയ വിഷമമൊന്നും ഇല്ല, കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എൻ്റെ ഫോൺ വിളിക്കാതെ, അപ്പോൾ ഒരു ഇത്തിരി നല്ല പൊസിഷനിലിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇത് മനഃപൂർവ്വമല്ല, എല്ലാവരും ഡാന്ന് വിളിച്ച് ശീലിച്ചുകൊണ്ട് ഞാൻ ഫോണിൽ എന്താടാ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഫീൽ ചെയ്യാം, അവൾക്കന്ന് മൂഡ് സ്വിങ്സ് എന്തായിരുന്നു. അതുകൊണ്ട് അവൾ ഭയങ്കര വിഷമമായിട്ട് ഭയങ്കര ഇതൊക്കെ പറഞ്ഞു, എന്തങ്ങനെയൊക്കെ പറയണത്, എന്തിങ്ങനെ പെരുമാറണമെന്നൊക്കെ വെച്ചാൽ എൻ്റെ അടുത്ത് ഭയങ്കര ഇത്. അപ്പം എനിക്ക് വീണ്ടും ഇതായി. അതായത് നമുക്ക് അവളെ ഡി എന്ന് ആണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഡി എന്ന് തന്നെ വിളിക്കാം, മാറ്റി വിളിച്ച് ഞാൻ എന്തോ ഭയങ്കര ഡിസ്റ്റൻസ് ഇട്ട പോലെ എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ പ്രായഭേദം മാത്രമല്ല, നമ്മളെ ഇരിപ്പുവശവും ഈ സംസാരത്തിൽ ബാധകമാവുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇച്ചിരി ഓർമ്മക്കുറവും വളരെയധികം അശ്രദ്ധയുള്ള ഞാൻ ഇത് എങ്ങനെ ഡീൽ ചെയ്യുന്ന ആലോചിച്ചിട്ട് ഇരിക്കുക.